സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്നവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ട് എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പ്രൈസ് ദി ലോർഡ് പുരുഷാരത്തിന് നേരെ തിരിഞ്ഞു. എൻ്റെ വസ്ത്രം തൊട്ടത് ആരെന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു വേദവാക്യമാണിത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒത്തിരി രക്തസ്രാവമുള്ള സ്ത്രീയെക്കുറിച്ച് ഒത്തിരി തവണ പല മെസ്സേജുകൾ നാം കേട്ടിട്ടുണ്ട്. എങ്കിലും ഇന്ന് രാത്രികാലം ഒരു ഡെലിവറൻസിനായിട്ട് ഈ രാത്രിയിൽ ഈ വാചനം എടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് നിയോഗത്തെ കൈമാറിയത് കൊണ്ട് പ്രൈസ് ദി ലോർഡ് വളരെ അഭിഷേകത്തോടു കൂടി വാക്യം നിങ്ങളിലേക്ക് കൈമാറുവാൻ ക്രിസ്തുവിൽ താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞ ഒരു വാക്യം, അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. പുരുഷാരത്തിൻ്റെ പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി. പരിശുദ്ധാത്മാവ് കൈമാറുന്ന ഒരു ദൂത് ഇന്ന് രാത്രിയിൽ ചില ബാധകൾ വിട്ടഴിയാൻ പോകുകയാണ്. ഇന്ന് രാത്രികാലം ചില ബാധകൾ മാറാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആത്മാവിൽ കൈമാറാം. നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില ബാധകൾ, സ്വസ്ഥത തരാത്ത ചില ബാധകൾ, അത് ഇന്ന് രാത്രികാലം വ്യക്തി ജീവിതങ്ങളെ വിട്ട്, ചില കുടുംബങ്ങൾ വിട്ട് അഴിയാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വാസത്തോടു കൂടി ആമേൻ പറഞ്ഞു തുടങ്ങിയേക്കണം. വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് ആമേൻ പറഞ്ഞു തുടങ്ങിയേക്കണം. നിങ്ങളുടെ സമാധാനത്തെ കെടുത്തുന്ന ചില ബാധകൾ, നിങ്ങളുടെ സ്വസ്ഥതയെ കെടുത്തുന്ന ചില ബാധകൾ, സ്കിൻ ഡിസീസ്, നിങ്ങളുടെ സൗന്ദര്യത്തെ കെടുത്തുന്ന ചില ബാധകൾ ഇന്ന് രാത്രിയിൽ അത് നിങ്ങളുടെ കുടുംബം വിട്ട്, നിങ്ങളുടെ ശരീരം വിട്ട് അഴിയാൻ പോകുകയാ. നിങ്ങളുടെ സമ്പത്തിനെ പിടിച്ചു വെക്കുന്ന ചില ബാധകൾ, നന്മയെ പിടിച്ചു വെക്കുന്ന ചില ബാധകൾ, കുടുംബത്തിന്റെ യാഗത്ത് ഒതുക്കി നിർത്തുന്ന ചില ബാധകൾ, പുറത്തിറക്കാൻ കഴിയാതെ വണ്ണം ബന്ധിച്ചു വെക്കുന്ന ചില ബാധകൾ, പുഷ്ടിയുടെ അനുഭവം വെളിപ്പെടുത്താത്ത ചില ബാധകൾ, ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ചില ബാധകൾ ഇന്ന് രാത്രികാലം ആമേൻ പറഞ്ഞു തുടങ്ങിക്കോ. നിങ്ങൾ വിശ്വാസത്തോടു കൂടി പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ കുടുംബത്തിന്റെ യാഗത്തിൽ നിന്നും ചില ബാധകൾ വിട്ടൊഴിയാൻ കാരണമാകുകയാണ്. വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിന്റെ അകത്തിൽ നിന്നും സ്വർഗത്തിലെ ഭൂമിക്കും നാഥനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ബാധകൾ വിട്ടഴിയട്ടെ. ബാധ മാറി, താൻ സ്വസ്ഥയായി എന്നവൾ ശരീരത്തിൽ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ചില നാളുകളായി അവളെ പിടിച്ചു വെച്ചിരിക്കുന്ന, ബന്ധിച്ചു വെച്ചൊരു ബാധയുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ വൈകിയാണ്, തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഒരു ബാധയാണെന്ന് തിരിച്ചറിയാനിടയായിത്തീർന്നത്. അതുകൊണ്ടാണ് അവൾക്കുള്ളതെല്ലാം അവൾക്ക് വൈദ്യന്മാർക്ക് കൊണ്ടുകൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. ആർക്കും അവളെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. അവൾ ഏറിയോന്ന് സഹിച്ചു. എല്ലാത്തിനും അവസാനത്തിങ്കലാണ് മനസ്സിലായത് ബാധയുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്ങാനം തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ഈ ജീവിതത്തിന്റെ അകത്തിൽ നിന്നും, ഈ രോഗത്തിൽ നിന്നും, ഈ പ്രശ്നത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് ആത്മാവ് പറയുന്നു, യേശുവിന്റെ അടുക്കലേക്ക് വാ. പരിശുദ്ധാത്മാവാം ദൈവത്തെ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് അനുവദിക്കുക. ഇന്ന് രാത്രികാലം രക്ഷപ്പെടുവാനുള്ള മാർഗത്തെ അവൻ നിങ്ങൾക്കായി കൈമാറും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരാമയും പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. രക്തസ്രാവമുള്ള ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങി നടക്കുക, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങി നടക്കുക, അത് നിഷേധിച്ച ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഞാൻ അങ്ങനെ പറയാൻ തയ്യാറാകുകയാണ്. നിങ്ങളെ ചിലതൊക്കെ നിഷേധിച്ച ചില അനുഭവങ്ങൾ, പുറത്ത് കിടക്കാൻ കഴിയാതെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന, ഭവനത്തിൻ്റെ അകത്ത് തന്നെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അകത്ത് ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ ഇന്ന് രാത്രിയിൽ അഴിയാൻ തക്കവണ്ണം തയ്യാറാകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ നന്മയിലേക്ക് കരം പിടിക്കാൻ കഴിയാതെ വണ്ണം ബന്ധിച്ചു ചില ബന്ധനങ്ങൾ ഇന്ന് രാത്രിയിൽ അഴിയും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയാം, എപ്പോഴാണോ നിങ്ങൾ മഹത്വമായിട്ട് കണക്റ്റ് ആകുന്നത്,
നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുകയാണ്. എപ്പോഴാണോ നിങ്ങൾ അഭിഷേകവുമായി കണക്റ്റ് ആകുന്നത്, എപ്പോഴാണോ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വമായി കണക്റ്റ് ആകുന്നത്, അപ്പോൾ തുടങ്ങും അത്ഭുതം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തുടങ്ങും കുടുംബത്തിൻ്റെ അകത്ത് വിടുതലുകൾ, അപ്പോൾ തുടങ്ങും ചില ബാധകൾ മാറാൻ. ഇന്ന് രാത്രികാലം ദൈവം ചിലതിനെ ഗ്ലോറിയുമായി കണക്റ്റ് ആകുക കേട്ടോ. ദൈവത്തിൻ്റെ അഭിഷേകവുമായി ചിലതിനെ കണക്റ്റ് ആക്കുകയാണ്. ദൈവത്തിൻ്റെ അഭിഷേകം ചിലതിനെ കണക്റ്റ് ആക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നന്മ തുറന്നു വരേണ്ടതിന്, വഴി തുറന്നു വരേണ്ടതിന്, ചിലത് പിളർന്നു വരേണ്ടതിന് ഇന്ന് രാത്രികാലം ദൈവം തന്റെ മഹത്വമായി ചിലതിനെ കണക്റ്റ് ആക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറ. റിമാന ഘടകസിയാൽ തറമ ഉടവര ഘടകസിയാൽ തരാമന. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മഹത്വമായി ഒന്ന് കണക്റ്റ് ആകണം. പ്രൈസ് ദി ലോർഡ്. ആ നിമിഷം നിങ്ങളുടെ അത്ഭുതം സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ പറയുമ്പോൾ പരിശുദ്ധാത്മ പറയുന്നു, അസ്ഥി സംബന്ധമായ ചില വിഷയങ്ങൾ പരിഹരിക്കപ്പെടാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അസ്ഥിയോട് ബന്ധപ്പെട്ടുള്ള ചില വേദനകൾ സ്വർഗത്തിലെ ദൈവം സൗഖ്യമാക്കാനായി പോകുകയാണ്. ഈ കൈയിൻ്റെ ഈ ഭാഗത്തോട് ബന്ധപ്പെട്ട് വരുന്ന ചില വേദനകൾ സ്വർഗം സൗഖ്യമാക്കാൻ പോകുന്നെന്ന് ആത്മാവ് പറയുന്നല്ലോ. ഇന്ന് പകൽക്കാലം വിടുതലുകൾ ഉണ്ടാകാൻ പോകുകയാണ്. വിശ്വസിച്ചോ? അങ്ങനെ ഒരു ദൈവപ്രവൃത്തി നിങ്ങളിൽ നടക്കാൻ പോകുകയാണ്. പ്രിയ ആന്റിയോട് ബന്ധപ്പെട്ട് കൈകൾക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്. ശാധാര ഘടക സിയാധാരാധാര. ആ ബാധ ഇന്ന് വിട്ടൊഴിയും. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം ഒന്ന് വന്ന് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാമല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രികാലം ദൈവപ്രവൃത്തി നടക്കട്ടെ. ഉച്ചി മുതൽ ഉള്ളംകാല് വരെ യേശുവിൻ്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. നിങ്ങളോട് ബന്ധപ്പെട്ട് ദൈവപ്രവൃത്തി ഉണ്ടാകാൻ പോകുകയാണ്. ശരീരത്തിൻ്റെ അകത്ത് ആ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളെപ്പോൾ ദൈവമഹത്വമായി കണക്റ്റ് ആകുന്നോ അന്ന് ആ നിമിഷം മുതൽ നിങ്ങൾ അത്ഭുതത്തിൽ ജീവിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഏതൊക്കെയോ ഭാരങ്ങളുണ്ട്. നിങ്ങളുടെ ശരീരത്തിൻ്റെ വേദനയൊന്നും നിങ്ങൾക്ക് വിഷയമല്ല. അതിനേക്കാൾ അപ്പുറമായി അലട്ടുന്ന എന്തോ നിങ്ങളുടെ വിഷയത്തിൻ്റെ അകത്തുണ്ട്. ആ വിഷയത്തിൽ ബാധിച്ചു നിൽക്കുന്ന ചില ബാധകൾ ഇന്ന് രാത്രി വിട്ടഴിയുമെന്ന് ആത്മാവ് പ്രവചിക്കുന്നല്ലോ. റിമാന ഘടക സിയാൽ ധനാറമ റീതൽ ധനാധുരമ ഉടവര ഘടക സിയാ ധനാധര. ചില പേപ്പർ സംബന്ധമായ വിഷയത്തിൻ്റെ അകത്ത് കയറിക്കൂടിയിരിക്കുന്ന ചില ബാധകൾ അഴിയുന്നെന്ന് ആത്മാവ് പ്രവചിക്കുന്നല്ലോ. റിമാന ഘടക സിയാൽ ധനാധര. ആൻറ്റി, ഞാൻ കാണുന്നൊരു കാര്യം, നിങ്ങൾക്ക് ഈ കൈക്കുള്ള വേദനയോ അതൊന്നും വിഷയമല്ല, മറ്റെന്തോ നിങ്ങളുടെ ഹൃദയത്തെ തൊടുന്നുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മറ്റൊരു വിഷയമുണ്ട്. ഇതിവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ അങ്ങ് സഹിച്ചങ്ങ് പൊക്കോളും. പക്ഷെ ഹൃദയത്തിൻ്റെ അകത്ത് ഭാരമായി നിൽക്കുന്ന ഒരു വിഷയമുണ്ട്. അതിന് ഇന്ന് രാത്രി കർത്താവ് തൊടാൻ പോകുകയാണ്. രക്തസ്രാവമുള്ള സ്ത്രീയെ, അവളെ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ കഴിയാതെ വണ്ണം, ഒരു നന്മയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വണ്ണം അവളെ പിടിച്ചു വെച്ചിരിക്കുന്ന ബാധയുണ്ടായിരുന്നു. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് നന്മയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ ചില പേപ്പേഴ്സിനൊക്കെ അടക്കി വച്ചിരിക്കുന്ന ചില ബാധകൾ മാറാൻ പോകുന്ന ആത്മാവ് കൈമാറുകയാണ്. കുടുംബത്തിൻ്റെ അകത്ത് വിദേശ യാത്രകളോട് ബന്ധപ്പെട്ട ഒരു വഴി കർത്താവ് തുറക്കാൻ പോകുകയാണ് കേട്ടോ. വിശ്വസിച്ച് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. അതിന്മേൽ വ്യാപരിക്കുന്ന ബാധ ഇന്ന് രാത്രിയിൽ വിട്ടഴിയാൻ പോകുകയാണ്. വിശ്വസിച്ചോ? സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കുടുംബത്തിൻ്റെ അകത്ത് വിദേശ യാത്രയോട് ബന്ധപ്പെട്ടുള്ള വഴിയെ ഞാൻ തുറന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വഴിയുമില്ല, ഒരു സാധ്യതയുമില്ല, നടക്കുമോ എന്ന് പോലും അറിയത്തില്ല. പരിശുദ്ധാത്മാ പറയുന്നു, ഇന്ന് രാത്രിയിൽ ഈ ആലയത്തിൽ വന്ന് ഇന്ന് രാത്രിയിൽ ഈ മെസ്സേജ് നിങ്ങൾക്കുള്ളതെന്ന് ആത്മാവ് പറയുന്നല്ലോ. ചില ബാധകൾ കുടുംബം വിട്ടഴിയാൻ പോകുകയാ, നന്മ വിട്ടഴിയാൻ പോകുകയാ, വിദേശ യാത്രത്തോട് ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ നടക്കുകയാ. ഇന്നേക്ക് 3 മാസത്തിന്റെ ഉള്ളിൽ ആ ഒരു വിടുതൽ കാണുമെന്ന് ആത്മാവ് കൈമാറുകയാണ്. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, അവൻ കിളിവാതിലുകളെ, ആകാശത്തിന്റെ കിളിവാതിലുകളെ അടച്ചതുപോലെ ഇന്ന് രാത്രികാലം ആ പേപ്പറിനോട് ബന്ധപ്പെട്ട് വ്യാപരിച്ച് നിൽക്കുന്ന ചില ബാധകൾ ഞാൻ അഴിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഏലിയാവ് പ്രാർത്ഥിച്ചു, അത് തുറന്നു വന്നതുപോലെ ഇന്ന് രാത്രികാലം ആ പേപ്പറിന്റെ യാത്രയെ ഞാൻ തുറക്കുന്നു. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് സംഭവിക്കട്ടെ. ദൈവസഭ ആമേൻ പറഞ്ഞാട്ടെ. അസൂയയില്ലാത്തൊരു ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ശാൽവര
ശരീരത്തിന്റെ അകത്തും ദൈവപ്രവൃത്തി വ്യാപരിക്കട്ടെ. എല്ലാ ബാധയും മാറി സ്വസ്ഥത വെളിപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. പോയിരുന്നാട്ടെ ആന്റി. ലാഗ മനാദിയൽ ധര റീഖ നഗസി ലാൽഗ ഠാന റബസിയർ തേലിയൽ ഘന എപ്പോഴാണോ ഇവൾ മഹത്വമായിട്ട് കണക്ട് ആയത്, ആ നിമിഷം അവളുടെ വിടുതലുകൾ ആരംഭിച്ചു. ആ നിമിഷം അവളുടെ വിടുതലുകൾ ആരംഭിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. മറ്റൊരു കാര്യത്തെ ഞാൻ നിങ്ങൾക്കായി കൈമാറാം. പ്രൈസ് ദി ലോർഡ്. അവൾക്കുണ്ടായിരുന്ന ഈ ഒരു രോഗമാണ് അവളുടെ മഹത്വമായിട്ട് കണക്ട് ആക്കിയത്. പ്രൈസ് ദി ലോർഡ്. അവൾക്ക് ഉണ്ടായിരുന്ന ഈ രോഗമാണ് ഇന്നും നാം അവളെ കുറിച്ച് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൾക്കുണ്ടായിരുന്ന ഈ രോഗം കാരണമാണ് സത്യവേദ പുസ്തകത്തിൻ്റെ അകത്ത് അവൾക്ക് ഇടം കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. അർത്ഥം ചിലത് ദൈവം അനുവദിക്കുന്നതാകട്ടു. മറ്റാർക്കും കിട്ടാത്ത എന്തോ ഒരു പദവി, മറ്റാർക്കും കിട്ടാത്ത എന്തോ ഒരു പ്രൊമോഷൻ, മറ്റാർക്കും കിട്ടാത്ത എന്തോ ഒരു നന്മ, മറ്റാർക്കും കിട്ടാത്ത എന്തോ ഒരു ദൈവപ്രവൃത്തി, മറ്റാരും അനുഭവിച്ചിട്ടില്ലാത്ത എന്തോ ഒരു അഭിഷേകം, മറ്റാരും കൈകാര്യം ചെയ്തിട്ടില്ലാത്ത എന്തോ ഒരു ഗ്ലോറി, മറ്റാരും കണ്ടിട്ടില്ലാത്ത എന്തോ ഒരു മഹത്വം നിങ്ങളുടെ മേൽ ചലിക്കണമെന്ന് ദൈവത്തിന് പദ്ധതി ഉള്ളതുകൊണ്ട് ചില വിഷമങ്ങള്, ചില ബുദ്ധിമുട്ടുകള്, ചില രോഗങ്ങള് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം അനുവദിച്ചത്. ദൈവത്തിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത ദൈവജനത്തിന് പ്രൈസ് ദി ലോർഡ് എന്ത് സംഭവിക്കണം, എന്ത് സംഭവിക്കരുത് കർത്താവ് കുറിച്ചു വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് പ്രയാസമെന്ന് തോന്നിയ, നിങ്ങൾക്ക് വേദന തോന്നിയ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നിയ എന്തെങ്കിലും ജീവിതത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ ഓർത്തോണം, എന്തോ ഒരു മഹത്വം കാണാൻ നിങ്ങളുണ്ട്, എന്തോ ഒരു മഹത്വം ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അതാ ഈ കഷ്ടതയിലൂടെ കടന്നു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാൽ കൈമാറുകയാണ്, ദൈവം അറിയാതെ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യത്തെ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വേഗത്തിൽ അത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഞാൻ ക്രിസ്തുവിൽ താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഏകദേശം 30 വർഷമായി വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ കടന്നു വന്നിട്ട്, പ്രൈസ് ദി ലോർഡ്, എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ മാതാവ് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം തയ്യാറാക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളായിട്ടൊന്നും പിതാവുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു കണക്ഷനും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ മാതാവ് പറഞ്ഞു, ഞാനിങ്ങനെ കാണുന്നു, എനിക്കൊരു രോഗം വരുന്നത് മുഖാന്തരം പിതാവ് മടങ്ങി വരുന്നത് ഞാൻ കാണുന്നു എന്നെൻ്റെ മാതാവ് പറയാനിടയായി തീർന്നു. കഴിഞ്ഞ ചില വർഷങ്ങൾ ഏകദേശം ഒരു വർഷക്കാലം മാതാവ് ഞങ്ങളോട് കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം മമ്മിക്ക് ഒരു സുപ്രഭാതത്തിൽ മമ്മിക്ക് യൂറിൻ ബ്ലോക്കായി പോയി. പ്രൈസ് ദി ലോർഡ്. രാത്രി കിടന്നുറങ്ങിയതാണ്. നേരം വെളുക്കുമ്പോൾ യൂറിൻ ബ്ലോക്ക് അറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഞങ്ങളെല്ലാം 1-2 ഹോസ്പിറ്റലുകളെല്ലാം മാറിക്കൊണ്ടുപോയി അവസാനം വൈകിട്ട് 5-5:30 മണിയായപ്പോഴാണ് പ്രൈസ് ദി ലോർഡ് അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് വന്ന് ആ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാനിടയായി തീർന്നത്. ഞാൻ പറയാം, അദ്ദേഹം ട്യൂബെല്ലാം വിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറിയിരുന്ന സമയത്ത് എനിക്കൊരു കോള് വരുവാനിടയായി തീർന്നു. പിതാവിനെ കണ്ടുമുട്ടി. ഞങ്ങളുടെ പിതാവിനെ കണ്ടുമുട്ടിയത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഒരു സ്തോത്രം പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അങ്ങനെ ആ ഒരു വിഷമത്തിലിരിക്കുമ്പോൾ പിതാവിനെ കണ്ടുമുട്ടി. പ്രൈസ് ദി ലോർഡ്. പിതാവ് വീട്ടിലേക്ക് ക്ഷണിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. പ്രശ്നം വന്നത് വൃഥാവല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. മാതാവിനെ നേരത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു രോഗം വരുന്ന സമയത്ത് പിതാവും മടങ്ങി വരുന്നു. പ്രൈസ് ദി ലോർഡ്. ചിലതിൻ്റെയൊക്കെ മടങ്ങി വരുവിന് പ്രൈസ് ദി ലോർഡ് ഈ കഷ്ടത കാരണമാകുമെങ്കിൽ അതല്ലേ പ്രിയമുള്ളവരെ നല്ലത്. പ്രൈസ് ദി ലോർഡ്. ചിലതൊക്കെ മടങ്ങി വരവിന് ഞാനിത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു, ചിലതൊക്കെ മടങ്ങി വരാൻ പോകുകയാണ് കേട്ടോ. നിങ്ങൾ നഷ്ടപ്പെട്ടെന്ന് കരുതിയ ചിലത് മടങ്ങി വരാനായി പോകുകയാണ്. ഇനി ഒരിക്കലും കാണത്തില്ലെന്ന് പറഞ്ഞത് മടങ്ങി വരാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. മുടിയനായ പുത്രൻ മടങ്ങി വന്നതുപോലെ ചിലതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് മടങ്ങി വരാനായി പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. കാമനാദിയൽ തരാഭ. ആൻറ്റി, പ്രൈസ് ദി ലോർഡ്, ആൻറ്റിയോട് ബന്ധപ്പെട്ട് നിങ്ങളെ സന്തോഷിക്കാൻ അനുവദിക്കാത്ത എന്തോ ഒരു സാധനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ട്, എന്തോ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ശ്വാസം മുട്ടൽ പോലെ ശ്വാസം എടുക്കുമ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉള്ളതായിട്ടുണ്ടോ? നെഞ്ചിൻ്റെ അകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ഒന്നിങ്ങ് വന്നേ.
റിഖാമന ധുരാരഗസിയാൽ ദഠാമന റിഗസിയാർത്ഥനാധിയാൽ ബറ അൽഥാനഗനം റിമാനഗടഗസി ലഖാറബ അർത്ഥാലഗസി ലമാദിയൽ ഭരാന്തന അർത്ഥാമനഗടഗസി ലേഖാരക അർത്ഥലമനഗടഗസി ലഖാനിയൽ തഠാറമ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രൈസ് ദി ലോർഡ്. കർത്താവി മാതാവിനെ നീ സൗഖ്യമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണപ്പ. ലിഖാമനഗടഗസിയാൽ ദഠനറമ. കർത്താവി തന്നെ സന്തോഷിക്കാൻ അനുവദിക്കാതെ വണ്ണം തൻ്റെ കുടുംബത്തിൻ്റെ അകത്ത്, തൻ്റെ ശരീരത്തിൻ്റെ അകത്ത് ബാധയായി നിൽക്കുന്ന ചിലത് മാറാൻ ഞാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു. തന്നെ നെഞ്ചിനോട് ബന്ധപ്പെട്ട് സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ലേഖാനിയാൽ തെന്നറമ തെറ്റനറമ. ആൻഡ് ഞാനിത് പറയുമ്പോൾ പരിശുദ്ധാത്മ പറയുന്നു, ഡി എന്ന് പറയുന്ന അക്ഷരത്തോട് ബന്ധപ്പെട്ട് തുടങ്ങുന്ന ഒരു പേര് ലിബ്രാമന ഘടകസി. ആ പേരിനെ കർത്താവ്, ആ പേരിനോട്, ആ ഒരു പേരുള്ള ഒരു കുഞ്ഞിനെ കർത്താവ് തൊടുന്നു. ഒരു സന്ദർശനത്തിൻ്റെ അനുഭവത്തിലേക്ക് കർത്താവ് കൊണ്ടുവരുന്ന ആത്മാവ് പറയുന്നല്ലോ. ഡി എന്ന് പറയുന്ന അക്ഷരം ദാൽമന. അങ്ങനെ ആരെങ്കിലും ഉണ്ട് ആൻറ്റി? ആരാ? മോളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർക്കൊരു സന്ദർശനം, പ്രൈസ് അവരുടെ ജീവിതത്തെ കർത്താവ് തൊടുന്നെന്ന് ആത്മാവ് പറയുന്നല്ലോ. നിങ്ങൾക്ക് എന്തൊക്കെയോ വേദനകൾ, ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥത നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ലിഖാമന ദുരമൗഢബലഘടകസി. യേശുവേ ഈ മാതാവിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. തന്നെ സന്തോഷിക്കാൻ അനുവദിക്കാതെ വണ്ണം ബാധിച്ചു നിൽക്കുന്ന സകല പോരുകളിൽ നിന്നും കർത്താവിൻ്റെ മകളെ നീ വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ആഗ്രഹങ്ങളെല്ലാം അസ്തമിച്ചതുപോലെ, തൻ്റെ പ്രത്യാശയെല്ലാം അസ്തമിച്ചതുപോലെ, നയീൻ എന്ന് പറയുന്ന പട്ടണത്തിലെ വിധവയ്ക്ക് എല്ലാം അസ്തമിച്ച് താൻ നിലവിട്ട് വാവിട്ട് കരഞ്ഞതുപോലെ എല്ലാം അസ്തമിച്ചെന്ന് ചിന്തിച്ച ചില അനുഭവങ്ങൾ പ്രൈസ് ദി ലോർഡ് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മ പറയുന്നു, ഞാനുണ്ട് കൂടെ. എൻ്റെ മഹത്വത്തിലേക്ക് കയറിവ. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത സമാധാനത്തെ, ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനത്തെ കൈമാറുമെന്ന ആത്മാവ് പറയുന്നല്ലോ. റിമ നഗസ്യ ധരാധര. നഷ്ടപ്പെട്ടെന്ന് കരുതിയത് ചിലത് മടങ്ങി വരുമെന്ന ആത്മാവ് പ്രവചിക്കാൻ തക്കവണ്ണം തയ്യാറാക്കുകയാണ്. കുടുംബത്തിൻ്റെ അകത്ത് ചിലതിനെ മടക്കി വരുത്തുന്നെന്ന് ആത്മാവ് കൈമാറുകയാണ്. ഈ ശരീരത്തിൻ്റെ അകത്ത് ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ ദൈവത്തിൻ്റെ തീ വ്യാപരിക്കട്ടെ, ദൈവത്തിൻ്റെ തീ വ്യാപരിക്കട്ടെ. ആരോഗ്യമുണ്ടാകട്ടെ, ആയുസ്സുണ്ടാകട്ടെ. ഇസ്കിയാവിന് ആയുസ്സിനെ, ദീർഘായുസിനെ കൊടുത്ത കർത്താവ് ഇന്ന് രാത്രികാലം ആത്മാവ് പറയുന്നു, ദീർഘായുസിനെ കർത്താവ് നൽകാൻ പോകുകയാണ്. ഇപ്പോഴൊരു പ്രശ്നത്തിനും, ഇപ്പോഴൊരു ബുദ്ധിമുട്ടിനും, ഇപ്പോഴൊരു രോഗത്തിനും നിങ്ങളെ അടക്കാൻ പറ്റത്തില്ലെന്ന്, നിങ്ങളുടെ ആയുസിനെ മുറിക്കാൻ പറ്റത്തില്ലെന്ന് ആത്മാവ് പറയുകയാണ്. ലാൽ ഗസിയാൽ ദറ്റനറമ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശരീരത്തിൻ്റെ അകത്ത് സൗഖ്യത്തെ കൽപ്പിക്കുന്നു, കുടുംബത്തിൻ്റെ അകത്ത് സമാധാനത്തെ കൽപ്പിക്കുന്നു. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവസഭ ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. പോയിരുന്നാട്ടെ ആൻറ്റി. നോക്കിക്കേ, അവളുടെ രോഗം പ്രൈസ് ദി ലോർഡ് അവളെ ദൈവത്തിൻ്റെ മഹത്വമായി കണക്റ്റ് ആക്കി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ മഹത്വമായി കണക്റ്റ് ആക്കുവാൻ ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. ദൈവത്തിൻ്റെ ഗ്ലോറിയുമായി കണക്റ്റ് ആകുവാൻ, അഭിഷേകവുമായി കണക്റ്റ് ആക്കുവാൻ ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. ആ ഒരു അഭിഷേകം, ആ ഒരു മഹത്വം ആഗ്രഹിക്കുന്നവർ ഒരാമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. രോഗസൗഖ്യം ഇന്ന് രാത്രിയിൽ സകല ശരീരത്തിൻ്റെ അകത്തും, ഈ മെസ്സേജ് കേൾക്കുന്ന സകല കുടുംബങ്ങൾക്കകത്തും രോഗസൗഖ്യം ഉണ്ടാകാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. യൂട്രസിനോട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുള്ളവർ പ്രാർത്ഥിച്ചു തുടങ്ങിയേക്കണം. പ്രൈസ് ദി ലോർഡ്. രാത്രിയിൽ ഓൺലൈൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മ പറയുന്നൊരു ദൂതുണ്ട്. യൂട്രസ് സംബന്ധമായ വിഷയങ്ങൾ കർത്താവ് പരിഹരിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ബ്ലീഡിങ്ങുമായി ബന്ധപ്പെട്ട് ഭാരപ്പെടുന്ന ചിലത് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ബാധ മാറി താൻ സ്വസ്ഥയായി എന്നവൾ ശരീരത്തിൽ അറിഞ്ഞതുപോലെ ഇന്ന് രാത്രികാലം ഈ മെസ്സേജ് പ്രിയ സഹോദരി, പ്രിയ മാതാവേ, ഇത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ വിശ്വസിച്ചോ. നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ നിമിഷം ആ ബ്ലീഡിംഗ് നിൽക്കാനായി പോകുകയാണ്. ഉടനെ യേശുവിൻ്റെ ശരീരത്തിൽ നിന്നും ശക്തി പുറപ്പെട്ടു. ഉടനെ അവിടെ രക്തസ്രവം നിന്നു. ഉടനെ വിടുതൽ നടക്കാൻ പോകുകയാണ്. തൽക്ഷണം വിടുതൽ നടക്കാൻ പോകുകയാണ്. രാത്രിയിൽ വിശ്വസിച്ച നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് അത് വിടുതലായി ഭാവിച്ചു. രാമേ പര
പ്രാർത്ഥിച്ചോ വിടുതലിന്റെ സമയമായെന്ന് പ്രാർത്ഥിക്കുക. അത് വിടുതലുകൾ പ്രാപിക്കാൻ പോകുകയാ. കുടുംബത്തിന് യാഗത്തുള്ളത് ചില ബാധകൾ മാറി സ്വസ്ഥയാകാൻ പോകുകയാ. ഉടനെ വിടുതൽ നടക്കുകയാ. ഉടനെ Praise the Lord. ബാധ മാറി താൻ സ്വസ്ഥയായി എന്നവൾ ശരീരത്തിൽ അറിഞ്ഞു. Praise the Lord. ചില ബാധകളൊക്കെ മാറുമ്പോഴാണ് സ്വസ്ഥത വെളിപ്പെടുവാനിടയായി തീരുന്നത്. മാറേണ്ടതിനെ മാറ്റിയാൽ ലഭിക്കേണ്ടത് ലഭിക്കും. Praise the Lord. നാം മനഃപൂർവ്വമായി നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ, അഭിഷേകത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ വിടുതലുകൾ ഉണ്ടാകും. Praise the Lord. കണ്ണുകളെ അടച്ചാട്ടെ ഒരു നിമിഷം. എല്ലാ ദൈവമക്കളും കണ്ണുകളെ അടച്ചാട്ടെ.